ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ജീവന്റെ നിയമങ്ങളും പ്രതിഭാസങ്ങളും എന്നുള്ള ഈ പരമ്പരയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശരീരത്തിന്റെ അനുരൂപന നിയമത്തെ കുറിച്ചാണ്. ശരീരം ഏത് സാഹചര്യങ്ങളോടും അനുരൂപപ്പെടാനുള്ള ഒരു ശ്രമം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, അനുരൂപണമാണ് ജ്ഞാനം എന്ന രീതിയിൽ വർത്തിക്കുന്നത്. അപ്പോ ജ്ഞാനം എന്നുള്ളത് ഒരു മാനം തന്നെയായിട്ടുള്ള ഒരു വ്യവസ്ഥയ്ക്ക്, അതായത് ജൈവ വ്യവസ്ഥയ്ക്ക് അത് ചെന്നെത്തുന്ന സംവിധാനങ്ങളുമായിട്ട് നിരന്തരം അനുരൂപപ്പെടുക എന്നുള്ളത് ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അനുരൂപനം അതിന്റെ സ്വഭാവമായിട്ട് കൊണ്ടു നടക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ അനുരൂപനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. The law of accommodation states that the body adapts when elimination is not possible. അനുരൂപ നിയമവും പ്രതിഭാസങ്ങളും ദോഷകരങ്ങളായ ഘടകങ്ങളെ പുറന്തള്ളാനോ നശിപ്പിക്കാനോ കഴിയാതെ വരുമ്പോൾ നിലനിൽപ്പിനായി ജീവനുള്ള ശരീരം അവയുടെ സാന്നിധ്യവുമായി സ്വയം പൊരുത്തപ്പെടുന്നു. ഇതാണ് അനുരൂപ നിയമം. അതായത് പ്രതിരോധമോ വിസർജനമോ സാധ്യമല്ലാത്തപ്പോൾ ജീവൻ സാഹചര്യങ്ങളുമായി അനുരൂപപ്പെടുന്നു എന്ന് ഈ നിയമം പറയുന്നു. ഈ നിയമപ്രകാരം ആഘാതം കുറയ്ക്കുന്നതിനായി ശരീരം അതിന്റെ സംവേദനക്ഷമത കുറയ്ക്കുകയും പ്രതികരണങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ക്രമീകരണം, സഹിഷ്ണുത, നിലനിൽപ്പിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ച എന്നിവയാണ് ഇതിലെ പ്രധാന സവിശേഷതകൾ. ശസ്ത്രക്രിയയിലൂടെ ശരീരത്തിലെത്തുന്ന ലോഹവസ്തുക്കളോട് കാലക്രമേണ ശരീരം സഹിഷ്ണുത കാണിക്കുന്നു. മാരകമല്ലാത്ത ഔഷധങ്ങളുടെ ആവർത്തിച്ചുള്ള ഉപയോഗം അവയോടുള്ള ശരീരത്തിന്റെ പ്രതികരണം കുറയ്ക്കുന്നു. ദോഷം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ശരീരം അതുമായി പൊരുത്തപ്പെട്ടത് കൊണ്ടാണ് ലക്ഷണങ്ങൾ കുറയുന്നത്. ഈ ഘട്ടത്തിൽ സംവേദനക്ഷമത കുറയുകയും പ്രതിരോധം സഹിഷ്ണുതയായി മാറുകയും ചെയ്യുന്നു. ഈ അനുരൂപീകരണം ജീവശക്തിയെ സംരക്ഷിക്കുമെങ്കിലും കേടുപാടുകളെ മറച്ചുപിടിക്കുകയും ചെയ്യുന്നു. ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ എല്ലാം ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിലെല്ലാം അനുരൂപീകരണത്തിലൂടെ ശരീരം ജീവനെ നിലനിർത്തുന്നു. നമ്മളിതിന് പറയാറുള്ള ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ പുകവലിക്കാരന്റെ അനുരൂപനം എന്ന് പറയുന്നത്. പുക എന്ന് പറയുന്നത് ശരീരത്തിന് ദോഷകരമാണ്. ശരീരത്തിന്റെ ജീവനെ നിരന്തരമായി നിലനിർത്തുന്ന ഘടകമാണ് ശ്വാസം എന്നത്. അപ്പോൾ ഈ ശ്വാസത്തിന്റെ വഴിയിലേക്ക് ശുദ്ധമായ വായു ചെല്ലുന്നതിന് പകരം അവിടേക്ക് പുകയാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ശരീരം അതിനെ പുറത്തേക്ക് തള്ളുവാനായിട്ട് കഠിനമായ പരിശ്രമങ്ങൾ നടത്തും. അപ്പോൾ ഏതാണ്ട് 30-40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനെ വെളിയിലേക്ക് തള്ളുക ശരീരം. അതിനാണ് നമ്മൾ ഈ ചുമയായിട്ടും തുമ്മലായിട്ടും ഒക്കെ വരുന്നത്. ഇങ്ങനെ ഒരാൾ പുക വലിക്കുന്ന സമയത്ത് പുകയകത്തേക്ക് ചെല്ലുമ്പോൾ ശ്വാസകോശം അതിനനുസരിച്ച് പ്രതികരിക്കുമ്പോൾ ഈ 30-40 കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് പോകും. ഇങ്ങനെ എന്നിട്ട് ഇയാൾ നിർത്താൻ പോകുന്നുണ്ടോ? ഇല്ല, ഇയാൾ പിന്നെയും വലിക്കും. അപ്പോ ശരീരം ഇതിനോട് നിരന്തരമായി പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ നിരന്തരമായിട്ട് ഈ കാറ്റ് പുറത്തേക്ക് പോയാൽ അവസാനം ഇയാളുടെ കാറ്റ് നിരന്തരമായി പുറത്തേക്ക് പോകും. അതായത് പിന്നീട് അയാൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, ജീവനെ നിലനിർത്താൻ കഴിയില്ല. അപ്പൊ ജീവനെ സസ്റ്റെയിൻ ചെയ്യിക്കണമെങ്കിൽ, ജീവൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ജീവൻ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആ സസ്റ്റൈനബിലിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത് തന്നെയാണ് ജീവന്റെ പ്രൈമറി ആയിട്ടുള്ള ഗോൾ. ആ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവന്റെ ആദ്യത്തെ ഉദ്ദേശ്യം. അതിനുവേണ്ടി ഈ അനുചിതമായി നമ്മിലേക്ക് വന്നു ചേർന്ന സാഹചര്യത്തെ ശരീരം അങ്ങ് സ്വീകരിക്കും. ശരീരം അതിനെ അതുമായി അങ്ങ് പൊരുത്തമാകും. നമുക്കറിയാം, ജീവൻ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഒരു മാനമാണ്, എന്ന് വെച്ചാൽ അതൊരു സ്വഭാവമല്ല, ഒരു മാനമാണ് അനുരൂപനം എന്നുള്ളത്. എത്രത്തോളം അനുരൂപപ്പെടാൻ കഴിയുന്നു അതിനനുസരിച്ച് ഈ ജീവിയുടെ ജീവിത പശ്ചാത്തലം, ജീവിത സംവിധാനം, ജീവിത വീക്ഷണം, ജീവിതം വ്യാപരിക്കുന്ന തലങ്ങളെല്ലാം തന്നെ മാറിപ്പോകും. അത്രയേറെ പ്രാധാന്യമുള്ളതാണ് നിരൂപണം എന്ന് പറയുന്നത്.
ആ അനുരൂപനം തന്നെ ഇവിടെ ഒരു സ്വഭാവമായി വർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ശരീരത്തിന് ദോഷകരങ്ങളായ ഘടകങ്ങളെ പുറന്തള്ളാൻ ശരീരത്തിന് കഴിയുന്നില്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോ നിലനിൽപ്പിനായി ശരീരം അവയുടെ സാന്നിധ്യവുമായിട്ട് സ്വയം പൊരുത്തമാകുന്നു എന്നുള്ളതാണ് അനുരൂപന നിയമത്തിന്റെ അടിസ്ഥാനം. നിരന്തരം ഇത് അകത്തേക്ക് ചെല്ലും. ഇപ്പൊ നമ്മൾ ഈ ഒരു 28 ദിവസം പ്രായമായ കുഞ്ഞിന്റെ വായിലേക്ക് കുറുക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിറ്റേ ദിവസം അതിന്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ കൂടെ ആശുപത്രിയിൽ പോകുന്നതും കാണാറുണ്ട്. ഇതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ചടങ്ങാണ്. അപ്പോ ഈ കുഞ്ഞിന് ഇപ്പോ ആർക്കെങ്കിലും കുറച്ച് ആവേശം കൂട്ടിയിട്ട് സാമ്പാറും അവിയലും കൂട്ടുകറിയും ഒക്കെ കൂട്ടിയിട്ട് ഒരു ഊണങ്ങ് കൊടുത്തേക്കാന്ന് കരുതി കുറച്ചങ്ങ് ഇതെല്ലാം കൂടെ, കുഞ്ഞിന് പല്ലില്ലാത്തതല്ലേ, എല്ലാം കൂടെ ഒന്ന് ഉടച്ചിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് ഇട്ട് കൊടുത്തു എന്നിരിക്കട്ടെ. കുറച്ച് സമയത്തിനുള്ളിൽ, ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ആ കുഞ്ഞു മരിച്ചു. അങ്ങനെ മരണദായകമായിട്ടുള്ള ഭക്ഷണമാണ് പുണ്യ വസ്തു എന്നുള്ള രീതിയിൽ നമ്മൾ സദ്യയായിട്ടും പോഷകം എന്നുള്ള രീതിയിലും ബാലൻസ്ഡ് ഫുഡ് എന്നുള്ള രീതിയിലും ഒക്കെ കഴിച്ചു കൂട്ടുന്നത്. എന്നിട്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ ലഹരിയെ കുറിച്ച് പറയാറുണ്ട്, മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ലഹരി മദ്യമാണെന്ന് പറയുന്നുണ്ട്, ചായകുടിയാണെന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ലഹരി എന്നുള്ളത് ചോറാണ്. കുരുവിയുടെ ഭക്ഷണമായിട്ടുള്ള ഈ ധാന്യം നമ്മൾ കഴിച്ച്, എന്നിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട ഭോജ്യമായിട്ട് നമ്മളത് കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം അതിനോട് അനുചിതമായ ഒരു പ്രതികരണം കാഴ്ചവെക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. 300 വർഷം ജീവിക്കേണ്ട ജീവി ഈ പാചകം ചെയ്ത ഭക്ഷണവും ഈ അവന്റെ ലിസ്റ്റിൽ പെടാത്ത ഭക്ഷണവും കഴിച്ചത് കൊണ്ടാണ് 10-120 വരെ സംസ്കാരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവന്റെ ആയുസ് കുറഞ്ഞു വന്നത്. സായിപ്പ് നമ്മളെ ഈ വെളുത്ത അരിഭക്ഷണം നിരന്തരമായിട്ട് കഴിപ്പിച്ചപ്പോ നമ്മൾ അതിൽ നിന്നും മാറി 70-ലേക്കും 60-ലേക്കും ഒക്കെ വന്നു. ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ സംസ്കാരം മാറിയത് കൊണ്ട് നമ്മൾ 50-കളിൽ താഴെ നിൽക്കാനുള്ള ഒരു പ്രവണത ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട്. അപ്പോ ഈ അരി എന്നുള്ളത് നമ്മുടെ ശരീരം അക്കോമഡേറ്റ് ചെയ്യുന്നത് അത് ശരിയാണ് എന്ന ധാരണ നമ്മിൽ വന്നതുകൊണ്ടാണ്. അതാണ് അനുരൂപണം എന്ന് പറയുന്നത്. അനുരൂപനം എന്നുള്ളത് അതുമായിട്ട് പൊരുത്തമാകുന്നത്. ഈ അനുരൂപനമാണ് ജ്ഞാനം, അനുരൂപന ശേഷിയാണ് ജ്ഞാനം. അപ്പൊ അനുരൂപന ശേഷി എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഈ അരി എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അനുചിതമായത് എന്ത് എന്നുള്ളത് അതുമായി ചേർന്ന് മുൻപോട്ട് പോകുന്നു എന്ന് വെച്ച് സിസ്റ്റം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്നല്ല അർത്ഥം. ശരീരം ഇവയെ ഒഴിവാക്കാനായിട്ടുള്ള പരിശ്രമം നടത്തുന്നത് നിർത്തുക വഴി ശരീരത്തിന്റെ ചൈതന്യത്തെ, ജീവചൈതന്യത്തെ അല്ലെങ്കിൽ വൈറ്റാലിറ്റിയെ ലാഭിക്കുന്നു, അവയെ എക്സ്പെൻഡ് ചെയ്യുന്നതിൽ കുറവ് വരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ അനുചിതമായ സാഹചര്യങ്ങളുമായി സ്വയം പൊരുത്തപ്പെടുന്നതാണ് അനുരൂപനം എന്ന് പറയുന്നത്. അതിനുള്ള ശേഷി ജീവനുള്ള ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ ജീവനുണ്ട്. അതാണ് അനുരൂപന നിയമം. പലപ്പോഴും പ്രതിരോധം എന്നുള്ളത് സാധ്യമാവില്ല, വിസർജനം സാധ്യമാവില്ല. അങ്ങനെ വരുമ്പോ ആ ജീവൻ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടും. ഇത് പലപ്പോഴും ഇപ്പൊ നമ്മൾ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനാണെങ്കിൽ അതിനെ വിസർജിക്കാനുള്ള പ്രവണത വല്ലാതെ ഉണ്ടാവും. ശരീരം ഭയങ്കരമായിട്ട് പ്രതികരിക്കും അല്ലെ. ആ പ്രതികരണം കുറയ്ക്കാനായിട്ട് സംവേദനക്ഷമത കുറയ്ക്കുക എന്നുള്ളതാണ് ശരീരം ഈ അനുരൂപനത്തിലായിട്ട് ആദ്യം ചെയ്യുന്നത്. ശരീരത്തിന്റെ സംവേദനക്ഷമത കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഈ തരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ തോന്നാത്തൊരവസ്ഥ വരും. നമ്മൾ ഇറിറ്റന്റ് ആകാതെ പോകും. അപ്പോ നമുക്ക് അനുചിതമായത് എന്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അനുചിതമായത് ഈ പുക അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരീരത്തിൽ ഇറിറ്റേഷൻ ഉണ്ടായിട്ടാണ് ഇത് വെളിയിലേക്ക് തള്ളാൻ ശരീരം ശ്രമിക്കുന്നത്. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വെളിയിലേക്ക് തള്ളാൻ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ശ്രമം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സംവേദനക്ഷമത കൊണ്ടാണ്. ആ സംവേദനക്ഷമത കുറയ്ക്കുക എന്നുള്ളതാണ് അനുരൂപനത്തിന്റെ ആദ്യ പടി. പിന്നെ പ്രതികരണത്തിൽ മാറ്റം വരുത്തും. അപ്പൊ ഇത് സ്വീകരിക്കുന്നതിൽ തന്നെ ഈ അന്യവസ്തുവിനെ അല്ലെങ്കിൽ അനുചിത വസ്തുവിനെ, സാഹചര്യത്തെ സ്വീകരിക്കുന്നതിൽ തന്നെ ഒരു കണ്ണടയ്ക്കൽ പരിപാടി ശരീരം നടത്തും. പിന്നെ അതിനോട് പ്രതികരിക്കുന്നത് നിർത്തും. അപ്പോ ഈ അനുരൂപനത്തിന്റെ ഒരു പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഉചിതമായതല്ലാത്ത സാഹചര്യത്തിൽ എത്തുമ്പോൾ അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടുക എന്നുള്ളതാണ്.
ആ ക്രമീകരണം റീഓർഗനൈസ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഇതിന്റെ ഒരു പ്രധാന ക്യാരക്ടറാണ്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ടോളറൻസ് ആണ്, സഹിഷ്ണുത എന്നുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിൽ ഈ പുതിയ ഭക്ഷ്യവസ്തുവിന്റെ സാന്നിധ്യം ശരീരത്തിൽ ഉളവാക്കുന്ന ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ആ ഇറിറ്റേഷനോട് നമുക്ക് ഉണ്ടാകുന്ന സഹിഷ്ണുത, നമ്മുടെ ശരീരം കാണിക്കുന്ന സഹിഷ്ണുത. ഈ അന്യവസ്തു വന്നത് അന്യവസ്തു അല്ലല്ലോ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ശരീരം അതിന്റെ മുകളിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനോട് കാണിക്കുന്ന സഹിഷ്ണുത. പിന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മള് പഴയതൊരു സിനിമ പറയുന്നത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറാണ്. ഇത് തന്നെ അവസ്ഥ, നിലനിൽപ്പിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ച. ഈ 3 കാര്യങ്ങൾ ഈ അനുരൂപനം ശരീരത്തിന് പ്രദാനം ചെയ്യുന്നു. വളരെ എവിഡന്റ് ആയിട്ട് കാണാവുന്നതാണ്. ഈ പുകവലിയുടെ എക്സാമ്പിൾ പോലെ തന്നെ ഇപ്പൊ പല ആളുകളുടെയും ശരീരത്തിനകത്ത് ഈ ശസ്ത്രക്രിയക്ക് ശേഷം സർജറി ചെയ്തിട്ട് എല്ലിന്റെ സ്ഥാനത്ത് ഈ മറ്റേ ലോഹ കഷ്ണങ്ങൾ കയറ്റി വെക്കാറുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ചെറിയ ഇറിറ്റേഷൻ തോന്നും. കുറച്ചു കാലം കഴിയുമ്പോൾ അത് പിന്നെ ശരീരം അതിനോട് പ്രതികരിക്കില്ല. അപ്പോ ഇവയോട് ശരീരം സഹിഷ്ണുത കാണിക്കുന്നതാണ് ഇതിന്റെ കാരണം. അപ്പോ സഹിഷ്ണുത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിട്ട് തന്നെ ഇവിടെ മാറുന്നു. പിന്നെ ഈ മാരകമല്ലാത്ത ഔഷധങ്ങളുടെ ആവർത്തിച്ചുള്ള ഉപയോഗം, ഇപ്പൊ ഈ പ്രമേഹം വരുന്നത്, പ്രഷർ വരുന്നതിന്റെ ഒക്കെ പരിഹാരമായിട്ട് നമ്മൾ കരുതി നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധങ്ങളുണ്ടല്ലോ, അതിനോട് ശരീരം പ്രതികരിക്കാറില്ല. അതിന് കാരണം ദോഷമില്ലാത്തത് കൊണ്ടല്ല, ശരീരം അതുമായി പൊരുത്തമാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ലക്ഷണങ്ങൾ കുറയുന്നത്. അപ്പൊ ഈ സമയത്ത് സംവേദനക്ഷമത കുറയുന്നു, ശരീരത്തിന്റെ സംവേദനക്ഷമത കുറയുന്നു. പ്രതിരോധം സഹിഷ്ണുതയായിട്ട് മാറുന്നു. പ്രതിരോധിക്കാനുള്ള അതേ ഫാക്കൽറ്റി തന്നെ തിരിച്ച് റീഓർഗനൈസ് ചെയ്തിട്ട് അത് ടോളറൻസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ അനുരൂപീകരണം ജീവശക്തിയെ സംരക്ഷിക്കുമെങ്കിലും കേടുപാടുകളെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്, അല്ല കേടുപാടുകളെ ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ എല്ലാം അനുരൂപീകരണത്തിലൂടെ ശരീരം ജീവനെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ജീവൻ എന്ന് പറയുന്നത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള സിസ്റ്റം ജീവനാണ്. ആ ജീവൻ എന്ന് പറയുന്നത് പലപ്പോഴും ആ ജീവന്റെ വഴിയിലൂടെ പലതിനെയും ഒഴുക്കി കൊണ്ടുപോവുക എന്നത് മാത്രമല്ല ചെയ്യുക, ജീവൻ സാഹചര്യങ്ങളോട് പൊരുത്തമാവുക എന്നുള്ളതും ഈ അക്കോമഡേറ്റ് ചെയ്യുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ഈ 1775 ഈ സെഷൻ അനുരൂപനത്തെ കുറിച്ചാണ് പറയുന്നത്. അനുരൂപനം നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടിൽ എത്രത്തോളം എവിടെയെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുക. ആ തിരിച്ചറിവുമായിട്ട് അടുത്ത നിയമത്തിലേക്ക് നമുക്ക് നാളെ പോകും. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.